ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്നു നാം സന്തോഷിച്ചാനന്ദിക്കാം. ദൈവമാത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിനും സത്യത്തിനും നമസ്കരിക്കണം. യഹോവയുടെ വാതിലുകൾ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങൾ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നാഥ, അനുഗ്രഹമുള്ള ഈ വിശുദ്ധ ദിവസത്തിനായി തിരുനാമത്തെ വാഴ്ത്തുന്നു. അടിയങ്ങൾക്ക് ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിപ്പാൻ വീണ്ടും ഒരവസരവും ഭാഗ്യവും തിരുകൃപയാൽ കൽപ്പിച്ചുവല്ലോ. ഏകാഗ്രതയോടെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് അവിടുത്തെ സാന്നിധ്യത്തെ ഉണർന്ന് പ്രാർത്ഥിക്കാനും സമൃദ്ധമായ ദൈവകൃപ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അനുഭവിച്ചറിയാനും അവിടുന്ന് മനസ്സലിയണം എന്ന് ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഏവരെയും അവിടുന്ന് തൃക്കൺ പാർക്കണമേ. അവിടുത്തെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ സ്തുതിസ്തോത്രങ്ങളുമായി നിൽക്കുവാനും ഞങ്ങളുടെ അഭയാചനകൾ അവിടുത്തെ സന്നിധിയിൽ വിനയത്തോടെ അറിയിക്കുവാനും തിരുശബ്ദം കേൾക്കുവാനും ഈ ആരാധന മുഖാന്തരം അവിടുന്ന് സഹായിക്കണം. എല്ലാ മഹത്വവും പുകഴ്ചയും സ്തുതിയും ആരാധനയും അങ്ങേക്കു തന്നെ. യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് 32-ാമത്തെ ഗീതം പാടാം. ഗീതം 32. ആരാധനക്രമം
ആറാം പുറം 4-ാം ഭാഗം സ്തുതിത്താനികൾ നമുക്കതിനായി ഉപയോഗിക്കാം. സ്തുതിത്താനികൾ 4-ാം ഭാഗം, പേജ് 6. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. യഹോവ മഹാദൈവമല്ലോ, ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ അവിടുത്തെ കയ്യിലാകുന്നു. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം. അവിടെ നമ്മുടെ ദൈവമാകുന്നു, നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെ നമ്മോട് പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവരുടെ അപ്പ, ഞാൻ സ്വർഗത്തോടും അവിടത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ കൂലിക്കാരുടെ ഒരുത്തനെ പോലെ എന്നെ ആക്കേണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവരല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുക. നമുക്കൊരു നിമിഷം മൗനമായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ലോക ജീവിതയാത്രയിൽ യേശുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ദൈവത്തിങ്കലേക്കും ദൈവരാജ്യത്തിലേക്കും ഒരു വഴി നമുക്കായി തുറന്ന് നൽകിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ബാഹ്യ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് ഇഹപരമായ ചിന്തകളിൽ വ്യാപൃതരായ നാം ക്രിസ്തുവാകുന്ന വഴിയിലൂടെ അല്ലാതെ സഞ്ചരിച്ച അനവധിയായ നിമിഷങ്ങളുണ്ടല്ലോ. അവയെല്ലാം വളരെ വിനയത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് ഉപേക്ഷിക്കാം. പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണർത്തുന്ന പ്രകാരം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പിഴവുകളെയും കുറവുകളെയും കർത്തൃസന്നിധിയിൽ മനഃപൂർവ്വമായി നമുക്ക് ഏറ്റ് പറയാം. നമ്മുടെ കുറവുകളെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നതിന് ആരാധനാക്രമം 11-ാം പുറത്തിലെ ദാവീദിൻ്റെ അനുതാപ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരാധനാക്രമം 11-ാം പുറം, ദാവീദിൻ്റെ അനുതാപ പ്രാർത്ഥന. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു, അങ്ങയ്ക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യങ്ങളെ ഇച്ഛിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വിളക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങൊടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കുകയും അരുതേ. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. അവിടെ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടെ നമ്മുടെ ലംഘനങ്ങൾ നമ്മുടെ അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ നമ്മുടെ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. അനുദിനം
നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളെയും പ്രാർത്ഥനയോടെ നമുക്ക് ഓർക്കാം. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും അവയുടെ മധ്യേ ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ട്. അവയെല്ലാം വ്യത്യസ്ത ജീവിതാനുഭവങ്ങളിൽ നാം അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, ദാരിദ്ര്യത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ, ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവയുടെ മധ്യേ കർത്താവിനൊരു കരുതലുണ്ട്. അവയെല്ലാം നമുക്ക് ഓർക്കാം. എണ്ണിയാൽ തീരാത്ത ഒടുങ്ങാത്ത നന്മകളിലൂടെ അനുദിനം അത്ഭുതകരമായി നമ്മെ വഴി നടത്തുന്ന അരുമരക്ഷകൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ഉള്ളം തുറന്ന്, അധരങ്ങളെ തുറന്ന് നമുക്ക് നന്ദിയും സ്തോത്രം അർപ്പിക്കാം. യേശുവേ നന്ദി എന്ന് നമുക്ക് ആത്മാർത്ഥമായി പറയാം. പൊതുവായ നന്മകളെ ഓർത്തുകൊണ്ട് തിരുസന്നിധിയിൽ നന്ദിയും സ്തോത്രവും അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആരാധനാക്രമം 17-ാം പുറത്തിലെ സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ആരാധനാക്രമം 17-ാം പുറം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എന്ന് നമുക്ക് ഉച്ചത്തിൽ പറയാം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും അവിടുത്തെ കൃപയാൽ അടിയങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായി പ്രപഞ്ചം, പകൽ, വേനൽ, മഴ, വിത, കൊയ്ത്ത്, സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബസംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹിക ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി സാമൂഹിക നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവശരുടെ ഉദ്ധാരണത്തിനും വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹിക പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി ദൈവം ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭ്യമായ സന്ദർഭങ്ങൾക്ക് വേണ്ടിയും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ യാത്രകൾ കൊണ്ടങ്ങേ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങേ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്ക് ഏവർക്കും 172-ാമത്തെ ഗീതം പാടാം. ഗീതം 172.
10 കൽപ്പനകൾ നമുക്കൊരുമിച്ച് പറയാം. നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ ജനങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ പറഞ്ഞു തന്നാൽ, യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, എൻ്റെ മുമ്പാകെ അന്യദൈവങ്ങൾ നിനക്കുണ്ടായിരിക്കരുത്. നിനക്കായി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നീ അതിനെ കുമ്പിടിയെങ്കിലും സേവിക്കെങ്കിലും അരുത്. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലൊരുക്കുകയും ചെയ്യുക. എന്നാൽ ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. നിന്റെ പിതാവിനെയും നിന്റെ മാതാവിനെയും ബഹുമാനിക്കുക. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, മോഹിക്കരുത്. ദൈവമേ, ഞങ്ങളുടെ കൃപയുണ്ടായി ഈ കൽപ്പന അനുസരിക്കാൻ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടുത്തെ ഉപദേശത്തിൽ അരുളി ചെയ്തത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്നത് മുഖ്യ കൽപ്പനയാകുന്നു. രണ്ടാമത്തേത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നത്രേ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ദൈവമേ, ഞങ്ങളുടെ കൃപയുണ്ടായി ഈ കൽപ്പന അനുസരിക്കാൻ സഹായിക്കണമേ. ആമേൻ. ഇന്നത്തേക്കുള്ള വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ അധ്യായം 14 ആദ്യത്തെ 7 തിരുവചനങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കൂടെ വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ തിരുവചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി മാറട്ടെ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. 22-ാം പുറം അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിപ്പിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവസൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവസൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ക്ഷോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈ ക്ഷോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു
യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു യേശുവേ. സ്വർഗാദി സ്വർഗങ്ങളിൽ അതിവാത്സല്യമായി കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളുടെ പിതാവേ, യേശുവേ ഇന്ന് ഞങ്ങൾക്ക് ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തന്ന കൃപയോർത്തു നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഓൺലൈൻ മുഖേന ഈ ആരാധന നടത്തുവാൻ അവിടെ നിന്ന് കൃപയൊരുക്കിയതിനായി നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു കർത്താവേ. ഈ സമയം കർത്താവേ, ഈ ആരാധന ശ്രവിച്ചുകൊണ്ട് ഓരോ ഭവനങ്ങളിലുമായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും അങ്ങ് പ്രവേശിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളിലും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. ഞങ്ങളുടെ സഭാ ശുശ്രൂഷകനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അച്ഛൻ്റെ ശുശ്രൂഷകളിൽ അവിടെ നിന്ന് കൂടെയുള്ളതിനായി നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു കർത്താവേ. അച്ഛൻ്റെ ശുശ്രൂഷകളെല്ലാം ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും അനുഗ്രഹമാക്കി മാറ്റുന്നതിനായി നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു യേശുവേ. അച്ഛൻ്റെ കുടുംബത്തെയും അപ്പച്ചൻ്റെ കരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു നാഥ. കൊച്ചമ്മയും കുഞ്ഞിനെയും അപ്പച്ചൻ്റെ പൊൻകരങ്ങളിൽ അങ്ങ് വഹിക്കുമാറാകണമേ. അവരുടെയും പ്രവർത്തന മേഖലകളിലെല്ലാം അങ്ങ് കൂടെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ ഞാൻ ഉണ്ടാകുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ, ഞങ്ങളുടെ മധ്യേ അങ്ങ് കൂടെ ഉള്ളതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഈ സമയം കർത്താവേ, പലവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളുമായിരിക്കുന്ന എല്ലാവരോടും കരുണയുള്ള കർത്താവേ, എല്ലാവരിലും അങ്ങ് അവിടെ താണിപ്പഴുതാർന്ന കരങ്ങൾ അങ്ങ് സ്പർശിക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവേ, അവിടെ താണിപ്പഴുതാർന്ന കരങ്ങൾ എല്ലാവരെയും അങ്ങ് സ്പർശിച്ച് അവിടുത്തെ ആശ്വാസം എല്ലാവർക്കും പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിലെ സഭാ സെക്രട്ടറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ. അവരുടെ ശുശ്രൂഷകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊയർ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ ആരാധനകളിൽ പാട്ടുകൾ പാടുമ്പോൾ കർത്താവേ, അവിടെ താതരങ്ങളാക്കി അങ്ങ് മാറ്റുന്നതിനായി സ്തുതിക്കുന്നു. അത് കേൾക്കുന്ന ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപയോർത്തും നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു കർത്താവേ. സമാധാന പ്രഭുവായ നാഥ, ഞാൻ ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ ദിവ്യമാകുന്ന സമാധാനം ലോകം മുഴുവനിലും അങ്ങ് അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. യേശുവേ, ഞങ്ങളുടെ മഹായിടവകയായി നടത്തുന്ന എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ ബിഷപ്പ് തിരുമേനിയെയും മഹായിടവകയിലെ കമ്മിറ്റി അംഗങ്ങളെയും എല്ലാ അപ്പച്ചൻ്റെ കരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെ അങ്ങ് 30, 60, 100 മേനിയായി വളർന്നു വരുവാനും അത് ജനങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാനും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുമുള്ള പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ, മിഷനറി പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഓരോ മിഷനറിമാരെയും അപ്പച്ചൻ്റെ കരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു നാഥ. അവർ ആയിരിക്കുന്ന സ്ഥലത്ത് ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവേ, അവർക്ക് ചുറ്റും ദൂതഗണങ്ങളെ ഇറക്കി സംരക്ഷിക്കണമേ. എല്ലാ യുദ്ധബാധകളിൽ നിന്നും അവരെ കാത്തു പരിപാലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിലെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മക്കളുടെ ദാനവും ഉദരഫലം അവിടുത്തെ അവകാശവും എന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അപ്പച്ചൻ്റെ പൊൻകരങ്ങളിൽ അങ്ങ് വഹിക്കുമാറാകണമേ. ബാലാരിഷ്ടികളിൽ നിന്നെല്ലാം കാത്തു പരിപാലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ ശക്തിയും ബുദ്ധിയും ജ്ഞാനവും വിവേകവും നൽകി ഓരോ മക്കളെയും അങ്ങ് നിറയ്ക്കണമേ. അവർ നല്ല മാതൃകയുള്ള കുഞ്ഞുങ്ങളായി ദൈവത്തോട് പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന മക്കളായി തന്നെ തീരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവജനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യൗവനകാലത്ത് സൃഷ്ടാവിൻ്റെ മുഖം നോക്കി ജീവിക്കുവാൻ ഓരോ മക്കളെയും അങ്ങ് ഒരുക്കണം കർത്താവേ. ഞങ്ങളുടെ ആലയത്തിലെ എല്ലാ മക്കളിലും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന കൃപയോർത്തും നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു കർത്താവേ. അവരുടെ വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ. വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിലിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് അവർക്ക് യോജിച്ചതായ
വിദ്യാഭ്യാസത്തിന് യോജിച്ചതാമണ്ണം ഓരോ തൊഴിലുകൾ നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, വിവാഹപ്രായമായ മക്കൾക്ക് അവർക്ക് യോജിച്ചതായ കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുമാറാകണമേ. എൻ്റെ യേശു അപ്പ, വിവാഹം നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിനായി ഒരുങ്ങിയിരിക്കുന്ന മക്കളുടെ വിവാഹം അവിടുത്തെ സാന്നിധ്യത്തിൽ നടത്തി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഗർഭിണികളായിരിക്കുന്ന മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവെ, പൂർണ്ണ സമയമാകുമ്പോൾ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെയും നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതിമാർക്ക് ഓരോ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവെ, ഞങ്ങളുടെ സഭയിലെ ഷാജിനിക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവെ, മകൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുവാൻ അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബങ്ങളെ തലമുറകളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷാജിനിയുടെ അമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നാഥ, ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പുതുശക്തിയും പുതു ചൈതന്യവും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിലെ എല്ലാ വൃത്ത മാതാപിതാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ഭവനങ്ങളിലായിരിക്കുമ്പോൾ അവിടുത്തെ പുതുശക്തിയാൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആത്മീയ സന്തോഷങ്ങൾ അങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, രത്നമ്മ എന്ന മാതാവിനായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സയ്ക്കായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇനിയും അവർക്ക് ചുറ്റും ദൂതാണങ്ങളെ ഇറക്കണം. നാഥ, അവർ കഴിക്കുന്ന ഓരോ മരുന്നുകളും അവിടുത്തെ ദിവ്യ ഔഷധമാക്കി അങ്ങ് മാറ്റണമേ. അവരുടെ വേദനകൾ അകറ്റി അവരെ ദീർഘായുസോളം സുഖത്തോടും ബലത്തോടും കൂടെ കാത്തു പരിപാലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗിൽഡ ടീച്ചറിനെയും യവനീസർ സാറിനെ, ഈശോദാസ് സാറിനെ അവരെല്ലാം താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, യേശുവെ, കിടപ്പിലും അവിടുത്തെ ശക്തിയാൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിമല ടീച്ചറിനായി പ്രാർത്ഥിക്കുന്നു. യേശുവെ, അവരെ ശുശ്രൂഷിക്കുന്ന മക്കളെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. അവരെ അങ്ങ് ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവപ്പ, ശുശ്രൂഷിക്കാത്ത മക്കളോട് കരുണ തോന്നണമേ. കർത്താവെ, അവർക്ക് നല്ല മനസ്സുകൾ നൽകി അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് ദീർഘായുസോടുകൂടെ ഇരിക്കുവാനും കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും അവരിൽ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, യേശുവെ, ഷാൻഡി റോയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സന്ധിവാദത്താൽ അങ്ങ് ഭാരപ്പെടുമ്പോൾ, കർത്താവെ, ത്യായ്മാനം മൂലവും കഷ്ടപ്പെടുമ്പോൾ ആ മകളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വേദന അങ്ങ് അകറ്റി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങൾക്കായി കാൽവരി ക്രൂസിൽ 3 ആണിമേൽ തൂങ്ങി മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവെ, അങ്ങ് കരുണ തോന്നണമേ. ആ മകളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കായി ചൊരിഞ്ഞ തിരുരക്ത ആ മകളുടെ ശിരസിൽ അങ്ങ് ഒഴുക്കണം. കർത്താവെ, ആ മകളെ അങ്ങ് പുതുശക്തിയാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അടഞ്ഞു കിടക്കുന്ന ആലയങ്ങളെല്ലാം തുറക്കുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുറക്കുമ്പോൾ കർത്താവെ, മകൾക്ക് ഈ ആലയത്തിൽ വന്ന് പ്രവേശിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ശരത്തിനായി പ്രാർത്ഥിക്കുന്നു. ആ മകനോട് കരുണ തോന്നണം. കർത്താവെ, ചികിത്സകളെല്ലാം ഫലപ്രദമാക്കി മാറ്റണമേ. ശരത്തിൻ്റെ അമ്മ സരസുനായി പ്രാർത്ഥിക്കുന്നു. നാഥ, കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവെ, വയറുവേദനകളാൽ അങ്ങ് വളരെ ഭാരത്തിലായിരിക്കുന്നു. കർത്താവെ, ആ മകളുടെ കിഡ്നിയിലെ കല്ലെല്ലാം പുറത്ത് തള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തുതിക്കുന്നു. അപ്പ യേശുവേ, ആ കാൽവരി ക്രൂസിലെ തിരുരക്തം ആ മകളുടെ ശിരസിലും അങ്ങ് ഒഴുക്കണം. കർത്താവെ, വിലാപ്പുറത്തിലുള്ള തിരുരക്തവും അങ്ങ് ഒഴുക്കി കർത്താവെ, അവിടെ താണിപ്പെടുത്താർന്ന കരങ്ങളിൽ നിമിഷം ആ മകളെ സ്പർശിക്കണം. കർത്താവെ, പൂർണ്ണ സൗഖ്യമെന്ന് അറിയുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവേ, ഞങ്ങളുടെ ആലയത്തിലെ ഇനിയും രോഗികളായിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അപ്പച്ചൻ്റെ കരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, യേശുവേ, ഇന്ന് ലോകം നേരിട്ടുകൊണ്ട് ഇരിക്കുന്നതായ ഈ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ കർത്താവെ, ഇതെല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തി അങ്ങ് ഉന്നതങ്ങളിൽ നിന്ന് എല്ലാവർക്കും പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലോകത്തോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കൊറോണ വൈറസുകളെല്ലാം അങ്ങ് തുടച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് തുടച്ചു മാറ്റണം. കർത്താവെ, അവിടെ നിന്ന് അറിയാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ലല്ലോ. കർത്താവെ, അവിടെ നിന്ന് കാരുണ്യവാനായ കർത്താവെ, അങ്ങ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കായി അങ്ങ് സ്ഥലം ഒരുക്കുവാൻ പോയ കർത്താവെ, അങ്ങ് അവിടെ നിന്ന് വരുമ്പോൾ ഞങ്ങളെ
ഞങ്ങളെല്ലാം ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങൾ വിശുദ്ധിയുള്ളവരായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപകറകളെല്ലാം അങ്ങ് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനീതിയും അക്രമങ്ങളും ഭീകരപ്രവർത്തനങ്ങളെല്ലാം തുടച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നരുളി ചെയ്ത കർത്താവേ, ഞങ്ങളതിൽ പ്രകാരം ജീവിക്കുവാൻ, അവിടത്തോട് പറ്റിപ്പിടിച്ച് ജീവിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആലയങ്ങൾ കർത്താവെ അടഞ്ഞു കിടക്കുമ്പോൾ കർത്താവെ, ഇന്ന് ഈ ഓൺലൈൻ മുഖേന ആരാധനകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങ് അവിടുത്തെ ആരാധനാലയങ്ങളാക്കി അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. അങ്ങ് അനുഗ്രഹിക്കണമേ, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവപ്പ, ഈ സമയം ആശുപത്രികളിൽ, ലോകം മുഴുവനും ആശുപത്രികളിൽ രോഗികൾ അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ യേശുവേ അങ്ങ് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി രോഗം പടരാതെ വണ്ണം കാത്ത് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പൂർണ്ണ സൗഖ്യങ്ങൾ പ്രാപിക്കുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്ന, ആതുര ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാരെ, നേഴ്സുമാരെല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. യേശുവേ, അവരെയും കാത്തുകൊള്ളണമേ. അവർക്ക് ചുറ്റും ദൂതഗണങ്ങളെ ഇറക്കണം കർത്താവേ. അവരുടെ ശരീരത്തെ ഒരു അണുബാധയും അങ്ങ് കടക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. യേശുവേ, നാളെ പ്രവാസികൾ കേരളത്തിൽ കടന്നു വരുമ്പോൾ കർത്താവെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവേ, അങ്ങ് പ്രവാസികളായിരിക്കുന്ന ഗർഭിണി എല്ലാവരെയും കാത്ത് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഞങ്ങളുടെ കപ്പ്യാരുടെ മോനും കുടുംബവും യേശുവേ ദുബായിലായിരിക്കുമ്പോൾ കർത്താവെ, ആ മക്കൾക്ക് കൊടുത്ത അനുഗ്രഹത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു അപ്പാ, സ്തോത്രം ചെയ്യുന്നു. ഇനിയും പ്രസവാനന്തര ശുശ്രൂഷകളിലായിരിക്കുന്ന ആ അമ്മയ്ക്കും കുഞ്ഞിനും പൂർണ്ണ സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവേ, പ്രവാസികൾ കടന്നു വരുമ്പോൾ കർത്താവെ, അവർക്ക് കേരളത്തിൽ വന്ന് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും നെഗറ്റീവായിട്ട് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഈ കേരള സംസ്ഥാനത്തിന് അപ്പച്ചൻ്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. അവിടുന്ന് എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. കേരളം ഭരിക്കുന്ന ഭരണാധികാരികളിൽ അങ്ങ് കൂടെ ഉള്ളതിനായി സ്തുതിക്കുന്നു. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്കെല്ലാം നല്ല ചിന്തകളും ആലോചനകളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ അന്യദേശത്തും വിദേശങ്ങളിലുമായിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന കൃപയോർത്ത് നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മക്കൾ എവിടെയെല്ലാം ഇരിക്കുന്നു അവിടെ എല്ലാം ദൂതഗണങ്ങളെ ഇറക്കി സംരക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവേ, ഈ മഹാമാരിയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവേ, അവിടെ നിന്ന് എല്ലാം അറിയുന്നല്ലോ കർത്താവെ. അവിടെ നിന്ന് ലോകത്തിൽ സമാധാനം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഞങ്ങളുടെ ആലയത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. യേശുവേ, ആലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും ഒന്നുകൂടി തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. ആരാധന അനുഗ്രഹിക്കപ്പെട്ട ആരാധനയാക്കി മാറ്റണമേ. അച്ഛൻ വചനം സംസാരിക്കുമ്പോൾ കർത്താവെ, ഓരോ വചനങ്ങളും ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ സന്ധി മജ്ജകളിൽ തുളച്ചു കയറണമേ. ഞങ്ങൾക്ക് പൂർണ്ണാശ്വാസം കണ്ടെത്തുവാൻ അങ്ങിടയാക്കുന്ന കൃപയോർത്ത് നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ശേഷിച്ച സമയമെല്ലാം അവിടുത്തെ തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥനയേക്കണം പരമപിതാവേ. സ്നാനപിതാവേ, തിരുനാമം നിശ്ചയിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷ കിടത്താതെ സകല ദോഷങ്ങളും മുടിക്കുമാറാണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളല്ലോ. ദൈവനാമസ്തുതിക്ക് മഹത്വത്തിനുമായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് 295 ഗീതം പാടാം. ഗീതം 295. Yeah.
സത്യവും ജീവനുമായ ഞങ്ങളുടെ കർത്താവേ, മാർഗമായ അങ്ങയിലൂടെ സഞ്ചരിച്ച് നിത്യജീവനോളം വളരുവാൻ ഞങ്ങളെ ആത്മീകമായി ബലപ്പെടുത്തണമേ. പ്രത്യേകം ഇന്നത്തെ വചനധ്യാനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ കൃപ സമൃദ്ധമായി അനുഭവിപ്പാനിടയാക്കണമേ. വചനം പ്രഘോഷിക്കുന്ന ബലഹീനനായ അടിയനെയും തിരുവചനത്തിലെ കാതോൽക്കുന്ന അങ്ങയുടെ മക്കളെയും ഒരുപോലെ ശക്തീകരിക്കണമേ. ക്രിസ്തു യേശു മുഖാന്തരം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് പലയിടങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും സ്വർഗത്തിലെ കർത്താവ് നമുക്ക് നൽകിയ ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് നൽകിയിരിക്കുന്ന വിഷയം മാർഗമായ ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നുള്ളതാണ്. ദൈവവിശ്വാസികളായ ഓരോരുത്തർക്കും മാർഗം അഥവാ വഴി എന്ന ഈ വാക്ക് അപരിചിതമല്ല. ക്രിസ്തു വിശ്വാസികളെ മാർഗക്കാർ എന്നാണ് പണ്ട് വിളിച്ചിരുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ലവരെയും കണ്ടാൽ പിടിച്ചുകെട്ടി അധികാരികളുടെ കരങ്ങളിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു വിശുദ്ധ പൗലോസായ പഴയ ശൗലിൻ്റെ ജോലി. അപ്പോസ്തല പ്രവൃത്തികൾ 18-25 അപ്പല്ലോസ് എന്ന കർത്താവിൻ്റെ അപ്പോസ്തലനെ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദിമസഭയിൽ ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള എല്ലാവരെയും മാർഗക്കാർ, ഒരു മാർഗത്തിലുള്ളവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവിതയാത്രയിൽ ഒരു വഴി നമുക്കുണ്ട്, അനിവാര്യമാണ്, ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ്. ലൈഫ് ഈസ് നത്തിങ് ബട്ട് വാക്കിംഗ് അലോങ് ദ വേ എന്നാണ് സാധാരണ പറയാറുള്ളത്. വഴിയും ലക്ഷ്യവും ഇവ രണ്ടും ഒരിക്കലും വേർപിരിക്കാൻ കഴിയാത്ത രണ്ട് സംജ്ഞകളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ജീവിതത്തിലെ ലക്ഷ്യം വളരെ പ്രധാനമാണ്. ജീവിത ലക്ഷ്യം, ഒരു പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം, പഠനത്തിൻ്റെ ലക്ഷ്യം, ഇങ്ങനെ ലക്ഷ്യം എന്ന വാക്ക് നമുക്ക് വളരെ പരിചിതമാണ്. ലക്ഷ്യബോധമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ കർമ്മോത്സുകനാക്കി മാറ്റുന്നത്. ലക്ഷ്യം വേണം, കൂടിയേ തീരൂ. എന്നാൽ ലക്ഷ്യത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലല്ല, നേരെ മറിച്ച് ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. എൻ്റെ വഴിയെ ആശ്രയിച്ചിരിക്കും എൻ്റെ ലക്ഷ്യം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ ഇന്നിനെ ആശ്രയിച്ചിരിക്കും എൻ്റെ ഭാവി. ലക്ഷ്യം പ്രധാനമാണ്, എന്നാൽ അതിനേക്കാൾ പ്രധാനമാണ് ഇന്ന് ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ തന്നെ ഞാൻ ആയിരിക്കുന്നോ ഇല്ലയോ എന്നുള്ള ഒരു വിചിന്തനം നമുക്ക് ഏറ്റവും ആവശ്യമാണ്. വഴിയാണ് പ്രധാനം. എല്ലാ മതങ്ങളും മാർഗത്തെക്കുറിച്ച് അഥവാ വഴിയെക്കുറിച്ച് വാചാരമാകുന്നുണ്ട്. 1-2 ഉദാഹരണം പറയാം. ഹിന്ദുമതം നമ്മൾ പരിശോധിച്ചാൽ മോക്ഷത്തിലേക്കുള്ള 4 മാർഗങ്ങളെക്കുറിച്ചാണ് ആ മതം പ്രധാനമായി പഠിപ്പിക്കുന്നത്. ജ്ഞാനമാർഗം, ഭക്തിമാർഗം, കർമ്മമാർഗം, യോഗ മാർഗം. ജ്ഞാനം, ഭക്തി, കർമ്മ, യോഗ, ഇങ്ങനെ 4 മാർഗങ്ങളെക്കുറിച്ച് അവർ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ജ്ഞാനമാർഗം എന്നാൽ ദൈവത്തോട് ഒന്നായിരിക്കുന്ന എൻ്റെ അസ്തിത്വത്തെ അഥവാ എൻ്റെ ഉണ്മയെ ഞാൻ കണ്ടെത്തുന്നു. ഇതൊരു ബൗദ്ധിക ജ്ഞാനമല്ല, ഒരു ഇൻസൈറ്റാണ്, ഒരു വിസ്ഡമാണ്, ഒരു അനുഭവ ജ്ഞാനം. ജ്ഞാനമാർഗത്തിലൂടെ മോക്ഷം പ്രാപിക്കുക. ഭക്തിമാർഗം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെ, ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ദൈവത്തോടുള്ള സ്നേഹത്തെ, പ്രേമത്തെ സൂചിപ്പിക്കുന്നതാണ്. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം കീഴടങ്ങി ജീവിക്കുക, അതാണ് ഈ ഭക്തിമാർഗം. ഇനി കർമ്മമാർഗം. ഈ പ്രപഞ്ചത്തിൽ നമുക്കെല്ലാവർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്കൊരു ധാർമ്മിക ഉത്തരവാദിത്തം ഈ ലോകത്തിലുണ്ട്. ഉചിതമായ കർമ്മങ്ങളിലൂടെ നാം ദൈവത്തിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അതിൽ നിഷ്കാമ കർമ്മമാണ് വളരെ പ്രധാനം. ഡിസയർലെസ് ആക്ഷൻ, പ്രതിഫല ഇച്ഛയില്ലാതെ കർമ്മം ചെയ്യുക, അതിലൂടെ മോക്ഷം നേടുക. ഇനി യോഗമാർഗം, അതൊരു സൈക്കോ ഫിസിക്കൽ ഡിസിപ്ലിനാണ് ഈ യോഗ എന്ന് പറയുന്നത്. മനസ്സിനെയും ശരീരത്തെയും സംയോജിപ്പിക്കുന്ന
പരിശീലനം വഴി ദൈവത്തിൽ എത്തിച്ചേരുക, യോഗമാർഗം. ഈ 4 മാർഗങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ഹിന്ദുമതത്തിലൊന്നാണ്. ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അദ്വൈതം, രണ്ടല്ലാത്തത്, ഞാനും ദൈവവും ഒന്നായിരിക്കുന്ന ഒരവസ്ഥ. ഇതാണ് ഈ ഹിന്ദുമതം പഠിപ്പിക്കുന്ന മാർഗങ്ങൾ. ഇനി നമ്മൾ ബുദ്ധമതത്തിലേക്ക് വന്നാൽ അവിടെയും 8 ഫോൾഡ് പാത്ത്, 8 മാർഗങ്ങളെക്കുറിച്ച് ബുദ്ധമതം വാചാരമാകുന്നുണ്ട്. ഈ നശ്വര ലോകത്ത് ആഗ്രഹങ്ങളെ നിഗ്രഹിക്കുക, അതാണ് നിർവ്വാണ. ആഗ്രഹങ്ങൾ ഒന്നും പാടില്ല. ആഗ്രഹങ്ങളാണ് ദുഃഖങ്ങളുടെ കാരണം. അതുകൊണ്ട് ഈ ദുഃഖങ്ങളുടെ കാരണമായ ആഗ്രഹത്തെ നിഗ്രഹിക്കുക. ഈ ആഗ്രഹങ്ങളെ നിഗ്രഹിക്കുന്നത് അങ്ങനെയാണ് മോക്ഷം പ്രാപിക്കുന്നത്. ഈ ആഗ്രഹങ്ങളെ നിഗ്രഹിക്കാൻ 8 വഴികൾ. 1 റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്, ശരിയായ ധാരണ. 2 റൈറ്റ് തോട്ട്, ശരിയായ ചിന്ത. 3 റൈറ്റ് സ്പീച്ച്, ശരിയായ ഭാഷണം. 4 റൈറ്റ് ആക്ഷൻ, ശരിയായ പ്രവൃത്തി. 5 റൈറ്റ് എഫേർട്ട്, ശരിയായ പ്രയത്നം. 7 റൈറ്റ് മൈൻഡ്ഫുൾനെസ്, ശരിയായ ശ്രദ്ധ. 8 റൈറ്റ് കോൺസെൻട്രേഷൻ, ശരിയായ ഏകാഗ്രത. ഈ 8 വഴികളിലൂടെ നമ്മൾ മോക്ഷത്തിൽ, നിർവ്വാണ എന്ന ഒരു അവസ്ഥ പ്രാപിക്കുന്നു. പക്ഷേ രസകരമായൊരു സംഭവം, ഈ ബുദ്ധമതം ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതേയില്ല. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെ മോക്ഷമൊക്കെ പ്രാപിച്ച് ഒരുതരം ശൂന്യതയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ മതങ്ങളും മാർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇനി യഹൂദ മതമാണെങ്കിലോ തോറയാണ് വഴി, തോറയാണ് മാർഗം. സങ്കീർത്തനങ്ങൾ 119:3 പറയുന്നു, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. വചനമാണ് വഴി. വചനം ലഭ്യമായി വചനം അനുസരിക്കുക, അതാണ് വഴി. എന്നാൽ ലോകചരിത്രത്തിൽ ആദ്യമായി ഒരു വ്യക്തി പറയുന്നു, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് വഴി, വഴിയും സത്യവും ജീവനുമാകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നു, ഞാൻ തന്നെയാണ് വഴി. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ദി പാത്ത് ഈസ് നോട്ട് എ ഡോക്ട്രിൻ, ഇറ്റ് ഈസ് എ പേഴ്സൺ. ഇവിടെ പറയുന്ന വഴി ഒരു ഉപദേശമല്ല, ഒരു പ്രത്യയശാസ്ത്രമല്ല, ഒരു ആദർശ സംഹിതയല്ല. ഇവിടെ പറയുന്ന വഴി ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വഴി, ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത. യേശുക്രിസ്തു എന്ന വഴി ഒരു ജീവിതമാണ്, വഴി ഒരു വ്യക്തിയാണ് വഴി. നമ്മെ സംബന്ധിച്ച് പാരീസിലെ ഒരു കത്തീഡ്രൽ പള്ളിയിൽ ദൈവാലയത്തിൽ പോകുമ്പോൾ അവിടെ കവാടത്തിൽ വിവിധ ഭാഷകളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു സെൻറ്റൻസ് എങ്ങനെയാണ്? ഐ ആം ദ വേ വിച്ച് സീക്സ് ട്രാവലേഴ്സ്. ഞാനാകുന്ന വഴി യാത്രക്കാരെ തേടുന്നു. ഒരു ക്രിസ്തുവിൻ്റെ രൂപത്തിൻ്റെ താഴെ എഴുതി വച്ചിരിക്കുന്നത്, ഞാനാകുന്ന വഴി യാത്രക്കാരെ തേടുന്നു. ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ ആരുണ്ട്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന യോഹന്നാൻ 14:6. ഇവിടെ വഴി എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന മൂലഭാഷയിലെ പദം ഹോഡോസ് എന്നാണ്. ഈ ഹോഡോസ് എന്ന വാക്കിന് കേവലം റോഡ് എന്നുള്ളതല്ല, അങ്ങനെ അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ വേ ഓഫ് തിങ്കിങ്, ചിന്താസരണി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ബൈബിളിൽ. മത്തായി 21:32, 1 കൊരിന്ത്യർ 4:7, ഇവിടെ എല്ലാം തന്നെ ഈ പദത്തിന് വേ ഓഫ് തിങ്കിങ്, ചിന്താസരണി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ജീസസ് ഈസ് ദി വേ എന്ന് പറയുമ്പോൾ കർത്താവ് ഒരു ചിന്താസരണിയാണ് എന്ന് തന്നെ നമ്മളിത് മനസ്സിലാക്കണം. യേശുക്രിസ്തു ഒരു ചിന്താസരണിയാണ്, നിത്യജീവനിലേക്ക് ഉള്ള പ്രയാണത്തിൻ്റെ വഴിയാണ്, ദൈവരാജ്യത്തിലേക്കുള്ള വഴിയാണ്, ദൈവത്തിലേക്കുള്ള വഴിയാണ്, ക്രിസ്തുവിലേക്കുമുള്ള വഴിയാണ്. ആ വഴി ദൈവത്തിലേക്കുള്ള വഴിയാണ്, ദൈവരാജ്യത്തിലേക്കുള്ള വഴിയാണ്. ഇന്ന് നമ്മുടെ ചുരുക്കമായ ധ്യാനത്തിൽ യേശുക്രിസ്തു ദി വേ, വഴി എന്ന് പറയുമ്പോൾ അതിൽ ഉള്ളടങ്ങിയിട്ടുള്ള ചില ചിന്താശകലങ്ങൾ, ധ്യാനത്തിൻ്റെ നുറുങ്ങുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അത് കുറച്ചുകൂടെ സരസമായി മനസ്സിലാക്കാൻ ഒരു എളുപ്പവിദ്യ കൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇന്ന് ഈ ബ്രേക്ക് ദ ചെയിനൊക്കെ കേൾക്കുമ്പോൾ 2-ാം ഘട്ടത്തിൽ പറയുന്ന ഒരു അബ്രിവേഷനുണ്ട്, വളരെ ശ്രദ്ധേയമായിട്ടൊരു അബ്രിവേഷൻ. ആ അബ്രിവേഷൻ ഇതാണ്: SMS,
ഷോർട്ട് മെസ്സേജ് സർവീസ് എന്നാണ് അതിൻ്റെ ആദ്യത്തെ അർത്ഥം, പഴയ അർത്ഥം. പക്ഷേ ഇപ്പോഴ് ഈ SMS എന്ന വാക്കിന് ഒരു വേറൊരു അർത്ഥതലം കൂടെ ഉണ്ട്. അതിന് ഇപ്പോൾ പറയുന്ന സോപ്പ്, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നാണ് SMS. ഈ സോപ്പും മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അതിൻ്റെ പിന്നിൽ ഒരു വഴിയുടെ അന്തരാർത്ഥമുണ്ട് എന്ന് ഞാനിങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ ധ്യാനത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടും. നമ്പർ 1, ക്രിസ്തു ആകുന്ന വഴിയുടെ ഒന്നാമത്തെ പ്രത്യേകത അത് പരിശുദ്ധിയുടെ വഴിയാണ്, ശുദ്ധീകരണത്തിൻ്റെ വഴി. സോപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത്, കൈ കഴുകുക എന്നുള്ളതാണ്. ഇന്ന് ഓരോ പൊതുസമ്പർക്കത്തിന് ശേഷവും നമ്മുടെ കൈകൾ നിർബന്ധമായും സോപ്പിട്ട് കഴുകിയിരിക്കണം. അത് 20 സെക്കൻഡ് കഴുകണം എന്നാണ്, 20 സെക്കൻഡ് എങ്കിലും കഴുകണമെന്നാണ് പറയുന്നത്. ഓരോ സമ്പർക്കത്തിന് ശേഷവും കൈകൾ കഴുകുക എന്ന് പറഞ്ഞാൽ നിരന്തരമായൊരു ശുദ്ധീകരണം ഉണ്ടാവുക. ഓരോ സമ്പർക്കത്തിന് ശേഷവും കൈകൾ കഴുകുക അഥവാ നിരന്തരമായൊരു ശുദ്ധീകരണം ഉണ്ടാവുക. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തിങ്കലേക്കുള്ള, ദൈവരാജ്യത്തിലേക്കുള്ള വഴി ശുദ്ധീകരണമല്ലാതെ മറ്റൊന്നുമല്ല. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. ആരും കർത്താവിനെ അസന്നിഗ്ധമായി വേദപുസ്തകം പറയുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. യാക്കോബ് 4:8 അതുകൊണ്ട് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ. 1 തെസ്സലോനിക്കർ 4:3 നിങ്ങളുടെ ശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഇങ്ങനെ 100 കണക്കിന് വചനങ്ങൾ വേദപുസ്തകം പറയുന്നുണ്ട്. ഈ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ ദൈനംദിന ജീവിതത്തെ നിത്യജീവിതവുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ ശുദ്ധീകരണം. അതാണ് വഴി. 2 സ്ഥലങ്ങൾ തമ്മിലുള്ള കണക്ഷനാണല്ലോ വഴി എന്ന് പറയുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തെ നിത്യജീവിതവുമായി ബന്ധിപ്പിക്കുന്നത്, ഭൂമിയെ സ്വർഗീയ അനുഭൂതികളുമായി ബന്ധിപ്പിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനകളെ ദൈവവുമായി ബന്ധിപ്പിക്കുന്നത്. അതാണ് ഈ ശുദ്ധീകരണത്തിൻ്റെ വഴി. യേശുക്രിസ്തു വഴി എന്ന് പറഞ്ഞാൽ അതാർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഫിലോസഫിയുടെ വഴിയല്ല. അതാണ് ഞാൻ മറ്റ് വഴികളും ഈ വഴിയും തമ്മിലുള്ള വ്യത്യാസം. ഇത് കുറേ തത്വചിന്തയുടെ വഴിയല്ല, കുറേ ഡോക്ട്രിൻസിൻ്റെ വഴിയല്ല. പിന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ, പച്ചയായ ജീവിതത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന, നിത്യജീവനുമായി ബന്ധിപ്പിക്കുന്ന, സമൃദ്ധമായ ജീവനുമായി ബന്ധിപ്പിക്കുന്ന ഒരു വേറിട്ട വഴിയാണ് ക്രിസ്തു എന്ന വഴി. ഈ വഴിയിൽ തന്നെ ആയിരിക്കാൻ എനിക്ക് നിരന്തരം ഉണ്ടാകേണ്ടതാണ് കഴുകൽ അഥവാ ശുദ്ധീകരണം എന്നുള്ളത്, ദൈവത്തിൻ്റെ മനസ്സുള്ളവരാവുക എന്നുള്ളത്. ഈ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ, ബൈബിളിലെ നല്ല ശുദ്ധന്മാരാരാണ്? ബൈബിളിലെ നല്ല ശുദ്ധന്മാർ ആക്ച്വലി പരീശന്മാരാണ്. കാര്യം എന്ത്? അവരുടെ മതം പറയുന്ന ശുദ്ധീകരണ നിയമം മുഴുവനും അനുസരിക്കുന്നവരാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ പരീശന്മാർ വിശുദ്ധിയുടെ ബാഹ്യ ലക്ഷണങ്ങൾ കാത്തവരാണ്, എന്നാൽ അതവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചില്ല. യേശുക്രിസ്തു അത് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളുടെ ശുദ്ധീകരണമാണ് കർത്താവ് കൂടുതൽ ആവശ്യപ്പെടുന്നത്. ഈ കാർബണിലെ തന്മാത്രകൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ക്രമീകരിക്കുമ്പോഴാണ് ഡയമണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാർബണിലും ഡയമണ്ടിലും ഉള്ളതെല്ലാം ഒരേ വസ്തുവാണ്. ഒന്നിൻ്റെ തന്നെ 2 വ്യത്യസ്ത രൂപങ്ങളാണ്. പക്ഷെ കാർബണിൻ്റെ തന്മാത്രകളെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ക്രമീകരിക്കുമ്പോൾ ഡയമണ്ട് ഉണ്ടാകും. അതുപോലെ നമ്മുടെ ജീവിതത്തെ കുറച്ച് വ്യത്യസ്തമായി ക്രമീകരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഒരു തിളക്കം, ഡയമണ്ടിൻ്റെ തിളക്കം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ അല്പം വ്യത്യസ്തമായി ക്രമീകരിക്കുക, അതാണ് ശുദ്ധീകരണത്തിൻ്റെ വഴി. 2, ജീസസ് ദി വേ, യേശുക്രിസ്തു എന്ന വഴി. SMS-ൻ്റെ 2-ാമത്തെ വാക്ക് മാസ്ക് എന്നാണ്. മാസ്ക്, അത് പ്രതിരോധത്തെ സൂചിപ്പിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ലോകയുദ്ധങ്ങൾ, പകർച്ചവ്യാധികൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഇതെല്ലാം ഈ ലോകത്ത് പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം തന്നെ അതിനുശേഷവും അതിനു മുമ്പും എന്ന കാലഘട്ടത്തെ വേർതിരിച്ച് അറിയുവാൻ തക്കവണ്ണം മൗലികമായ മാറ്റങ്ങൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. മനുഷ്യരുടെ വിചാര മാതൃകകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, അവരുടെ ചിന്തകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, ജീവിത സമീപനങ്ങളിലും ശൈലിയിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. 13-14 നൂറ്റാണ്ടുകളിൽ പ്ലേഗ് ബാധിച്ച് ദശലക്ഷക്കണക്കിന് ആൾക്കാർ യൂറോപ്പിലും ലോകത്തും മരിച്ചു. അതിനുശേഷമാണ് ശാസ്ത്രയുക്തി കൂടുതൽ വളർന്നത്. അപ്പോൾ പ്ലേഗിന് മുമ്പും പ്ലേഗിന് ശേഷവും എന്നുള്ള 2 ലോകക്രമമായിരുന്നു. പിന്നത്തേതിൽ 2 ലോകമഹായുദ്ധങ്ങൾ ലോകത്തെ ബാധിച്ചു. 2 ലോകമഹായുദ്ധങ്ങൾ ലോകത്തെ ബാധിച്ചപ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് ഈ യൂറോപ്യൻ കോളനീകരണമെല്ലാം അമ്പാടി നശിച്ചു പോയി, ശിഥിലമായി പോയി. വിമോചന സമരങ്ങളെല്ലാം സത്വരമാക്കപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. പക്ഷേ ഈ 2 ലോകയുദ്ധങ്ങൾ കടന്നു പോയപ്പോൾ വീണ്ടും ഒരു ലോകയുദ്ധം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഏറ്റവും മികച്ച ശാസ്ത്രയുക്തിയെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്തു? വലിയ വലിയ ആയുധങ്ങളും ന്യൂക്ലിയർ വെപ്പണുകളും എല്ലാം ഉണ്ടാക്കി വെച്ചു. സൈന്യവിന്യാസങ്ങൾ വർദ്ധിപ്പിച്ചു. അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങൾ സുശക്തമാക്കി. പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ലോകത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ നിഷ്പ്രഭമാക്കിക്കൊണ്ട് നമ്മുടെ കണ്ണിന് പോലും കാണാൻ കഴിയാത്ത അഗോചരമായ ഒരു കൃമി, ഒരു സൂക്ഷ്മ ജീവി മനുഷ്യനെ കീഴ്പ്പെടുത്തി. അതിൻ്റെ തേരോട്ടം ലോകം മുഴുവനുമുണ്ട്. അപ്പോൾ സംഭവിച്ചത്, ലോകം ഉണ്ടാക്കി വെച്ച എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും നശിച്ചു. അതിന് പകരം ഇന്ന് നമുക്കൊരു പ്രതിരോധ സംവിധാനമുണ്ട്. എന്താണത്? ഒരു മാസ്ക്. അതാണ് ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രതിരോധ സംവിധാനം. ബെർലിൻ മതിലിനേക്കാൾ വലിയ ഒരു പ്രതിരോധമാണ് മാസ്ക്. പ്രിയമുള്ളവരെ, ജീസസ് ഈസ് ദി വേ എന്ന് പറയുമ്പോൾ അത് ഒരു പ്രതിരോധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും വഴിയാണ്, വെറുതെ പറയുന്നതല്ല. കണ്ണിന് അഗോചരമായ ഒരു സൂക്ഷ്മജീവിയാണ് നമ്മുടെ ശത്രു. ലോകയുദ്ധങ്ങൾ ഉണ്ടായപ്പോഴും മനുഷ്യനാണ് മനുഷ്യൻ്റെ ശത്രു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നങ്ങനെയല്ല. നമ്മുടെ കണ്ണിനെ കാണാൻ കഴിയാത്ത ഒരു സൂക്ഷ്മജീവിയാണ് നമ്മുടെ ശത്രു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ താഴോട്ട് വായിക്കുക. നമ്മുടെ കണ്ണിന് ഗോചരമല്ലാത്തൊരു ശത്രുവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനും തമ്മിലല്ല. നമുക്ക് പോരാട്ടമുള്ളത് അന്ധകാരത്തിൻ്റെ അദൃശ്യ ശക്തികളോടാണ്, സ്വർലോകത്തിൻ്റെ ദുഷ്ടാത്മസേനയോടാണ്. പൗലോസ് പറയുന്നുണ്ട്, നമുക്കൊരു പോരാട്ടമുണ്ട്. അത് അദൃശ്യമായ തിന്മയുടെ ശക്തികളോടാണ്. നമുക്ക് പോരാട്ടമുള്ളത് തിന്മയുടെ അദൃശ്യ ശക്തികളോടും തിന്മയുടെ സൂക്ഷ്മ അവസ്ഥകളോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. അതിനെന്ത് ചെയ്യണം? അവിടെ വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നു, അരയ്ക്ക് സത്യം കെട്ടുക, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക, വിശ്വാസം എന്ന പരിച എടുക്കുക, രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കുക, ദൈവവചനം എന്ന വാള് ഏന്തുക, പ്രാർത്ഥനയിൽ ജാഗരിക്കുക. ഇതാണ് അവിടെ സർവായുധ വർഗം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രതിരോധ സംവിധാനം. പ്രിയമുള്ളവരെ, സൂക്ഷ്മമായ ചില തിന്മകൾക്കെതിരെ ശക്തമായൊരു പ്രതിരോധം നമുക്കുണ്ടായേ പറ്റൂ. ശക്തമായൊരു പ്രതിരോധം. തിന്മയുടെ സൂക്ഷ്മ തലങ്ങൾക്കെതിരെ ശക്തമായൊരു പ്രതിരോധം നമുക്കുണ്ടായേ പറ്റൂ. അതാണ് ഇവിടെ പറയുന്നത്. യേശു ആകുന്ന വഴി ഈ ശക്തമായ പ്രതിരോധത്തിൻ്റെ ഒരു വഴിയാണ്. സുശക്തമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ദുർബലമായ കതർ നൂല് കൊണ്ട് ബന്ധിച്ചവനാണ് ഗാന്ധിജി. ഒരു ആർട്ടിക്കിളിൽ നിന്ന് വായിച്ചൊരു സെൻറ്റൻസാണ്. സുശക്തമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ വളരെ ബലഹീനമായ കതർ നൂല് കൊണ്ട് ബന്ധിച്ചവൻ ഗാന്ധിജിയെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ ഗാന്ധിജിക്ക് അങ്ങനെ കഴിയാൻ 2 കാര്യങ്ങളുണ്ട്. 1, ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഏകാഗ്രത. 2, വ്യക്തതയുള്ള വഴി. ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഏകാഗ്രത. 2, വ്യക്തതയുള്ള വഴി. അദ്ദേഹത്തിൻ്റെ വഴി നോൺ വയലൻസ് ആണ്. പ്രിയമുള്ളവരെ, പ്രതിരോധിക്കാൻ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഏകാഗ്രത, വ്യക്തതയുള്ള വഴി, ഇത് 2 നമുക്ക് ആവശ്യമാണ്.
അതാണ് ഇവിടെ പറയുന്ന പ്രതിരോധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും വഴി എന്ന് പറയുന്നത്. 3, SMS-ന്റെ മൂന്നാമത്തെ പദം സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ളത്. ഒരു സാമൂഹിക അകലം പാലിക്കുക. സാമൂഹിക അകലം എന്ന് പറയുന്നത് അത്ര ആശാവഹമായ ഒന്നല്ല. നമുക്ക് ആരാധനയ്ക്ക് പോലും വരാൻ പറ്റുന്നില്ലല്ലോ. ലോകചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് കോടിക്കണക്കിന് ആൾക്കാർ തടങ്കൽ കണക്കിന് വീടുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടത്. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. എന്നാൽ നമ്മളെല്ലാവരും പള്ളി അടച്ചതും നമ്മളൊക്കെ വീടുകളിൽ ഇരിക്കുന്നത് എന്താണ്? ഒരു സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, ഒരു പ്രതിബദ്ധതയുടെ പേരിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ജീസസ് ദി വേ എന്ന് പറയുന്നത് പ്രതിബദ്ധതയുടെ ഒരു വഴിയാണ്. പ്രതിബദ്ധതയുടെ ഒരു വഴിയാണ്. യൂറോപ്പിനാണിപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിരിക്കുന്നത്. വൈറസ് വ്യാപനത്തിൻ്റെ ഗൗരവം ഗൗനിക്കാതെ നിരുത്തരവാദപരമായി വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അവിടെയുള്ള യൂത്തും മുതിർന്നവരും എല്ലാം സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ തൃണവത്ഗണിച്ച് പുറത്തിറങ്ങി. ഇതാണ് അതിനുള്ള കാരണം. പ്രിയമുള്ളവരെ, സമൂഹത്തോടുള്ള എൻ്റെ കടപ്പാട് തിരിച്ചറിയാത്ത പക്ഷം വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരാൻ പറ്റത്തില്ല. അപ്പം ദൈവത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും വേറിട്ടൊരു വഴി വിശ്വാസത്തിൻ്റെ വഴിയല്ല. വിശ്വാസത്തിൻ്റെ വഴിയല്ല. ദൈവത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും വേറിട്ടൊരു വഴി വിശ്വാസത്തിൻ്റെ വഴിയല്ല. ഫ്രഞ്ച് ദൈവശാസ്ത്രജ്ഞനായ ഹെൻറി ഡി ലൂബാക്ക് അദ്ദേഹം ഇങ്ങനെ ഒരു പുസ്തകത്തിൽ എഴുതി, എക്സഡസ് ആൻഡ് എക്സ്റ്റസി ആർ ഗവേൺഡ് ബൈ ദ സെയിം ലോ. അതിനർത്ഥം എങ്ങനെയാണ്? ആത്മനിർവൃതിയും സഹജീവികളിലേക്കുള്ള പുറപ്പാടും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്, ഒരേ തലങ്ങളാണ്. അതുകൊണ്ട് സാമൂഹിക ഉത്തരവാദിത്തമുള്ളവരായി മാറുക. ടേൺ അവേ ഫ്രം ദ സെൽഫ് സെൻറ്റേർഡ് അറഗൻസ്. സ്വയകേന്ദ്രീകൃതമായ ഗർവിൽ നിന്ന്, ധാർഷ്ട്യത്തിൽ നിന്ന് പുറത്തു വരിക. സാമൂഹിക കടപ്പാടുകളെ തൃണവത്ഗണിച്ചുകൊണ്ട് മറന്നുകൊണ്ട് ഒരു ദൈവ വഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം യേശു വഴി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു വഴിയാണ്. യേശു വഴി ദൈവരാജ്യത്തിലേക്കുള്ള വഴിയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ മറക്കാനും പൊറുക്കാനും പങ്കുവെക്കാനും കഴിയുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വഴിയാണ്. അതാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്കുള്ള വഴി. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് നമുക്കില്ലാത്ത പക്ഷം, ഒരു സാഹോദര്യത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, മൈത്രി ബോധം നമുക്കില്ലാത്ത പക്ഷം നമ്മൾ ആരും ദൈവരാജ്യത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ്. ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര ചെയ്യണമെങ്കിൽ ഇന്ന് ഞാൻ സാമൂഹിക പ്രതിബദ്ധതയോടെ ഈ സ്നേഹത്തിൻ്റെ വഴിയിൽ ഭാഗമാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കമ്മ്യൂണിറ്റി പൂർണ്ണതയിൽ വരുന്നത് അവിടെ ഒരു കമ്മ്യൂണിയൻ ഉണ്ടാകുമ്പോഴാണ്. ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടമാണ്. കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളുടെ ഐക്യമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത് അതാണല്ലോ, ഹൃദയങ്ങളുടെ ഐക്യമാണ് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് കൊണ്ടുവരുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ആൾക്കൂട്ടമാണ്. ഒരുമിച്ച് 5 പേര് കൂടിയാൽ അതൊരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ അതല്ല. കമ്മ്യൂണിയൻ, ഹോളി കമ്മ്യൂണിയൻ എന്നൊക്കെ പറയുന്നത് ഹൃദയങ്ങളുടെ ഐക്യമാണ്. അതൊരു സ്നേഹത്തിൻ്റെ തിരിച്ചറിവാണ്. ദൈവം സ്നേഹം തന്നെ, സ്നേഹിക്കുന്നവരെല്ലാവരും ദൈവത്തിൽ വസിക്കുന്നു. 1 യോഹന്നാൻ 4:16. ദൈവം സ്നേഹം തന്നെ, സ്നേഹിക്കുന്നവരെല്ലാവരും ദൈവത്തിൽ വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശു വഴിയിൽ നമ്മൾ ഫുൾനെസ് ഓഫ് ഗാഡ് എക്സ്പീരിയൻസ് ചെയ്യും. അതെങ്ങനെയാണ്? അതൊരു കമ്മ്യൂണിയൻ ഉണ്ടാകുമ്പോഴാണ്. കേശവൻ്റെ വിലാപങ്ങൾ എന്ന നോവലിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് ഇങ്ങനെയാണ്: അച്ഛൻ അവനെ അപ്പു എന്ന് വിളിച്ചു, അമ്മ അവനെ കുട്ടൻ എന്ന് വിളിച്ചു, നാട്ടുകാരവനെ അപ്പുകുട്ടൻ എന്ന് വിളിച്ചു. ഇങ്ങനെ നാട്ടുകാരാണ് അവൻ്റെ ജീവിതത്തിന് പൂർണ്ണത നൽകിയത്. ആ സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലായെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായി. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഇങ്ങനൊരു മൈത്രി ബന്ധമാണ് പൂർണ്ണത നൽകുന്നത് എന്ന് മറക്കാതിരിക്കുക. ജീസസ് ദി വേ, യേശു ആകുന്ന വഴി 3 തലങ്ങളിലാണ് വെളിപ്പെടുന്നത്. 1, അത് പരിശുദ്ധിയുടെ വഴി. 2, അത് പ്രതിരോധത്തിൻ്റെ വഴി. 3, അത് പ്രതിബദ്ധതയുടെ വഴി. അതാണ് സോപ്പ്, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്ന SMS.
പരിശുദ്ധിയുടെ വഴി, അത് പ്രതിരോധത്തിൻ്റെ വഴി, അത് പ്രതിബദ്ധതയുടെ വഴി. ഈ വഴിയിൽ ഞാനുണ്ടോ? അതാണ് പ്രസക്തമായ ഒരു ചോദ്യം. ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് സ്വപ്നമുണ്ട്. ഭാവിയിൽ കർത്താവ് വരും, ദൈവരാജ്യം സംജാതമാകും, നിത്യജീവൻ നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ ഉണ്ട്. ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെക്കാൾ പ്രധാനം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന വഴിയിൽ ഞാൻ ഇന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തുത. ഈ സൈക്കിൾ ഓടിക്കുന്ന എല്ലാവർക്കും അറിയാം, അത് നിന്ന് പോയാൽ വീഴും. കീപ്പ് ഓൺ മൂവിങ്, സഞ്ചരിച്ചു കൊണ്ടേയിരുന്നാൽ അതിൻ്റെ ബാലൻസ് കിട്ടും. യേശു ആകുന്ന വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ബാലൻസ് കിട്ടുന്നത്. ഈ വഴി കണ്ടെത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് 254 പാട്ട് പാടാം. ഗീതം 254. നമ്മുടെ മാർഗമായ ദൈവമേ, യേശുവാകുന്ന വഴിയിലൂടെ ചരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തീകരിക്കണമേ. ഈ ലോക ജീവിതയാത്രയിൽ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നിത്യതയുമായി ബന്ധിപ്പിക്കുന്ന പരിശുദ്ധ വഴി കണ്ടെത്തുവാനും ആ വഴിയിൽ തന്നെ ഞങ്ങളായിരിക്കാനും ആത്മീകമായി ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധിയുടെ വഴിയിലൂടെ
പോരാട്ടങ്ങളുടെയും പ്രതിരോധത്തിൻ്റെയും വഴിയിലൂടെ, ആത്മീകമായ പ്രതിബദ്ധതയുടെ വഴിയിലൂടെ അവിടുത്തെ സന്നിധിയിലെത്തുവോളം ഞങ്ങളെ കാവൽ ചെയ്യണമേ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിച്ച് എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപ പകരുമാറാകണമേ. ഓരോ ഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയമുള്ളവരെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സമൃദ്ധമായ കൃപ അനുഭവിപ്പാൻ എല്ലാ കാലത്തും തിരികിതമുണ്ടാകണമേ. ഞങ്ങളുടെ പ്രിയമുള്ളവരുടെ ആവശ്യങ്ങളിൽ മനസ്സലിയണമേ. കുടുംബജീവിതത്തിൽ തിരുകൃപ പകരണമേ. ഞങ്ങളുടെ മക്കളെയും തലമുറകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അസാധാരണമായ ഈ കാലഘട്ടത്തിൽ വിശ്വാസ സ്ഥിരതയോടും സമർപ്പണത്തോടും വിശുദ്ധിയോടും ദൈവകൃപയോടും ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ യാത്രകൾ, അധ്വാനങ്ങൾ, പ്രയത്നങ്ങൾ എല്ലാം സഫലമാക്കണമേ. പ്രതിസന്ധികളിലായിരിക്കുന്ന പ്രിയമുള്ളവർക്ക് പുതുവഴികളെ അവിടുന്ന് തുറന്ന് നൽകണമേ. അവിടുത്തെ കൃപയിൽ നിരന്തരം ബലപ്പെടുവാൻ, അവിടുത്തെ മഹത്വം കാണുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആശീർവാദം സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ഇങ്ങനെ നിങ്ങളുടെ ദേഹവും പ്രാണനും ആത്മാവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അനിന്യമാം വെളിപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് കാക്കുമാറാകട്ടെ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേകനാഥന്റെ കൃപയും കാവലും അനുഗ്രഹങ്ങളും എപ്പോഴും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.